അമ്പാളെത്തിക്കഴിഞ്ഞു. 12 വർഷങ്ങളായി നാങ്ക കാത്തിരിക്കിഞ്ചോ. ഇത് അവസാനിപ്പ ഇനി എമ്പാട് കാലഞ്ച് കാണി ആരെ കാര്യങ്ങൾ പറയണേ. മാണിക്യം. എല്ലാവരും ആ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? കുമാരി കണ്ടവരാരൊക്കെ ഉണ്ട്? എത്ര പേരുണ്ട്? വളരെ വളരെ കുറച്ച് പേര് കണ്ടു. കുമാരി, നമ്മുടെ കുമാരിയില് മുത്തമ്മയുടെ വേഷമാണ് ചെയ്തിരുന്നത്. കൈവക്കേ ആർക്ക് കണ്ടിട്ടുണ്ട്? ഇപ്പൊ നിങ്ങള് ഇവിടെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിലൊരു കാട്ടുവാസിയൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിക്കണ്ട അമ്പാനെ, ശ്രദ്ധിക്കമ്പാനെ. ഇത് ഒന്നും കൂടെ ഇടണോ? വേണ്ടല്ലോ. അപ്പോ അതില് കുമാരിയില് ഒരു 80 വയസ്സൊക്കെ ഉള്ള ഒരു ആദിവാസി, മൂപ്പനാണോ മൂപ്പത്തിയാണോ എന്നൊന്നും ഏതാണെന്ന് മനസ്സിലാവാത്ത ഒരു വേഷം വേണമെന്നാണ് നിർമ്മൽ സഹദേവ്. ഇതാ കണ്ടില്ലേ എത്ര ഗ്ലാമറായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നോക്കൂ, അതിന്റെ ശബ്ദമുണ്ടോ? തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. മുരളി അവാർഡ്, ന്യൂസ് 18 മലയാളി. ഒരു 4 മണിക്കൂറോളം നമുക്ക് മേക്കപ്പ് ഉണ്ട്. ഞാൻ രാവിലെ ഒരു 3:30-4 മണിയാകുമ്പോൾ സെറ്റിൽ പോയാലാണ് 8 മണിയാകുമ്പോഴത്തേക്ക് ഈ ഒരു രൂപത്തിലേക്ക് എത്തുക. പല്ല്, പുരികം, ചെവി വേറെ വെക്കണം, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഷ തന്നിരുന്നത്, കാലം നിനക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, തറവാട് വീടിന് നാശം വരുത്താൻ വന്ന ഒരു ഭ്രാന്തിയാണ് നീ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും മൂപ്പത്തി എന്തായാലും ആ ഭാഷയിലൊന്നും അത്ര ദൈവികമായ രീതിയിലൊന്നും സംസാരിക്കില്ലല്ലോ. ഞാൻ എൻ്റെ ഡയറക്ടറോട് ചോദിച്ചിട്ട് നമ്മുടെ വയനാട്ടിലുള്ള പണിയരുടെയും കുറിച്യരുടെയും അവരുടെ അടുത്ത് പോയി 2 വിഭാഗക്കാരുടെ അടുത്തും ഈ സ്ക്രിപ്റ്റ് മൊത്തം കൊടുത്ത് എൻ്റെ ഡയലോഗ്സ് മുഴുവൻ മാറ്റിച്ച് വോയിസ് നോട്ട് എടുത്ത് അത് പഠിച്ചെടുത്തതാണ്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ MIT മൂസേൻ്റെത് നമ്മളെ വീട്ടിനടുത്തുള്ളവരോടൊക്കെ, പിന്നെ കോഴിക്കോട് നരിക്കുനി, കൊടുവള്ളി, പൂനൂര് ആ ഭാഗത്തൊക്കെയുള്ള ഏകദേശം സംസാരം എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നെ ARM കണ്ടവരുണ്ടോ? ഞങ്ങളിവിടെ പ്രൊമോഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് എടുത്ത എഫേർട്ടിനുള്ളതാണ് ഞങ്ങൾ തരുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? നിങ്ങൾ കണ്ടില്ല. ഞാൻ പിണങ്ങി അല്ലോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 2 ഏജ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വയസ്സായിട്ടുള്ള നമ്മൾക്കുള്ള പെൺകുട്ടിക്ക് ഒന്നും ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. കണ്ടില്ലേ മൂച്ചക്കായിനെ? ഒരു പവറും ഇല്ല, പത്രാസും ഇല്ലാത്ത മനുഷ്യൻ, മീശയും കൂടി വെച്ചില്ല മനുഷ്യൻ, വല്ലാത്തൊരു മനുഷ്യൻ. നമ്മൾ ഇന്ന് ഇവിടെ ലുലൂര് ഫുഡ് ഫെസ്റ്റിന് വന്നിട്ട് ഒരു മീശ വച്ചാൽ എന്തായി മൂച്ചക്കായി? ഞങ്ങള് ഞാനും നരിക്കിനെയാണ്. മുഹമ്മദ്. നമ്മക്ക് ഓർമ്മ നമ്മള് മദ്രസ പോകുമ്പോ മൂപ്പർ ഇങ്ങനെ ഉപഗ്രഹം ചുറ്റണമാര് എന്റെ വയ്യാതെങ്ങനെ ചുറ്റി കണ്ടിട്ട് നിങ്ങള് കെട്ടി മൂപ്പരെ കെട്ടിയില്ലെങ്കിൽ ഇവിടെതാ ഈ ദമാമിൽ വന്ന് നല്ല അത്തറിന്റെ മണത്തിൽ കിടന്നുറങ്ങാൻ ആ മീൻകാരനെ കെട്ടിയിട്ട് മീൻ റോഡിലുള്ള കുഴിയിൽ വീണ് പലരുടെയും നടുപൊടിഞ്ഞ് റോഡ് വീണ് നടുപൊടിഞ്ഞ് നടുപൊടിഞ്ഞതിൽ മുഖ്യൻ മൂസക്കായാണ്. നടുപൊടിഞ്ഞ് മൂപ്പര് കിടപ്പിലാണ്. മെമ്പർ വീടിനെ മുഞ്ച് അങ്ങ് കൂടി വരുമ്പോൾ നമ്മളെ റോഡ്
കൂട്ടിൽ കുണ്ടും കുഴിയും കൂടിയിടും നീ കുണ്ടോട് കുണ്ടേ കുണ്ടിൽ മുഴുവൻ കല്ലിപ്പിളിയും കുണ്ടിൽ വീണ പിന്നെ ജീവിതം കൊണ്ടാ മണ്ടിപ്പാനോടിക്കൂളി കുണ്ടിൽ വീഴാണ്ടേ മണ്ടിപ്പാനോടിക്കൂളി കുണ്ടിൽ വീഴാണ്ടേ. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇത് കാവിൽ കൊണ്ടുവച്ച് കേൾക്കുന്ന പോലെ ഇന്നൊക്കെ വീരനായിക്കൂടെ? പാത്തു, ഒരു നാടിനെ ജയിച്ച കണ്ണനാണ് എൻ്റെ അച്ഛൻ. ഒരു നല്ല കണ്ണനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചലന്തിയുടെ ക്ഷമയും കുറുക്കൻ്റെ കണിയും പഠിക്കണം. നമുക്ക് അതിലൂടെ നല്ലതിനാളുടെ കാര്യമൊന്നും നമുക്ക് നല്ല മീൻകാരനാണെങ്കിൽ എനിക്കറിയാം കോഴിക്കോടിൻ്റെ അല്ല, സൗദി അറേബ്യയിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവരും എന്നെ നെഞ്ചോട് ചേർത്തത് MIT മൂസ എന്നുള്ള ആ ഒരു സീരിയലിലെ പാത്തുമായിട്ടാണ്. പൊട്ടത്തരവും മണ്ടത്തരവും പറയുന്ന 4ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റതാ. നിങ്ങൾ തോറ്റെന്നല്ല കേട്ടോ, നിങ്ങളെപ്പോലുള്ള ഒരു ഉമ്മൂമ്മയെ പോലെ സംസാരിക്കണം. അതായത് പുതിയ തലമുറയുടെ സംസാര രീതി വേണ്ട, പഴയ ആൾക്കാരുടെ ഭാഷ വേണം. അത് പ്രായമായിട്ടുള്ള ഉമ്മമാരുടെ അടുത്ത് പോയിട്ട് അത് പഠിക്കണം എന്നൊക്കെയായിരുന്നു മീഡിയ വണ്ണ് എനിക്ക് തന്നിട്ടുള്ള സജഷൻ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമിൻ താത്തേനോടും ബീവി താത്തേനോടും ഒക്കെ പോയി പറഞ്ഞപ്പോൾ ആട്ടെട്ടെ കീഞ്ഞു പാഞ്ഞാഞ്ഞു കൊടുവള്ളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയായിരിക്കും, ഇട്ടേട്ടെ എന്നല്ല, അത് എങ്ങോട്ടെങ്കിലും കളഞ്ഞേക്കൂ എന്നാണ് അത് ആട്ടെട്ടെ എന്ന് പറയുന്നത്. കീഞ്ഞു പാഞ്ഞാഞ്ഞു നമ്മൾ ഇറങ്ങി ഓടി കൊയമാന്തലായി. ഒരു വേഴ്സില്ല, വേനക്കേട്, എന്തോ ഒരു നൊമ്പരത്തിൻ്റെ വേന എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഉമ്മയ്ക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പഴയ ആ ഒരു സംസാര രീതിയിൽ ഭയങ്കര ഓവറായിട്ട് ഈ പ്രശ്നങ്ങളെ എടുത്തു കാണിക്കുന്ന ഒരു പർദ്ദയൊക്കെ ഇട്ട് നിങ്ങൾ കോഴിക്കോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളുന്ന ഒരു ഏനാന്തച്ച് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാൾ നരിക്കുരി പഞ്ചായത്തിലുണ്ടെന്ന് പറഞ്ഞത് നിങ്ങളെ മൂസക്കായിയാണ്. മൂസക്കായിക്ക് നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. ഞങ്ങൾ 2 പേരും കൂടിയായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന കാര്യം മറന്നുപോയി. ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആദ്യം റിയാദിലായിരുന്നു. പറയേണ്ട മക്കളെ, ബിരിയാണീൻ്റെ ഒരു അയ്യര് കളിയായിരുന്നു. പാകിസ്ഥാനി ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, ചെന്നൈ ബിരിയാണി, അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു ആ ബിരിയാണിക്കൊക്കെ. പക്ഷേ ഇന്നലെ എത്തിയപ്പം തലശ്ശേരി ചിക്കൻ ബിരിയാണി ആയിരുന്നു. കുറച്ചൊരു ഞങ്ങളൊരു 80s ആണ്. അപ്പോൾ റഫ് ആൻഡ് ടഫ് വാങ്ങൂ, റഫ് ആൻഡ് ടഫ് ധരിക്കൂലു, അങ്ങനെ ഒരു പരസ്യം ഓർമ്മയുണ്ടോ? റഫ് ആൻഡ് ടഫ് ജീൻസിന്റെ ഒരു ബിൽഡിങ്ങിന്റെ മുന്നൊക്കെ ചാടി വീണിട്ട് അക്ഷയ് കുമാറിന്റെ ദൂരദർശനിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ രവീണ ടണ്ടന്റെ ഒരു പരസ്യം ഉണ്ട്, ലിത്തെ ലൗജാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 അതെ. അപ്പോൾ ഈ പരസ്യം എപ്പോഴും 4 മണീൻ്റെ ഇടയിലുള്ള ആ സിനിമയ്ക്ക് വരും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ദിനേശ് ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാക്കീസ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഹിന്ദി അറിഞ്ഞൂടെങ്കിലും ഖിലാഡിയൻ കാ ഖിലാഡി എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ സുബ്രോൾ മട്ടത്തിൽ വിചാരിച്ചില്ല എന്ന് പറയൂലേ. അപ്പോൾ അത് എപ്പോഴൊരു വിദൂര സ്വപ്നം പോലും എനിക്കില്ല ഏതെങ്കിലും കാലത്ത് ഇദ്ദേഹത്തോടൊപ്പം ഒരു നാഷണൽ അവാർഡ് പങ്കിടാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അദ്ദേഹം ഒരു പ്രസിഡൻ്റൊക്കെ വരുന്നത് പോലെ തന്നെ ഒരു 10-25 ബോഡി ഗാർഡോട് കൂടിയിട്ടൊക്കെയാണ് ആ വേദിയിൽ വന്നത്. തലേന്ന് നമുക്ക് അതിന് എങ്ങനെയൊക്കെ സമ്മാനം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് റിഹേഴ്സലൊക്കെ ഉണ്ട്. അപ്പോൾ പ്രസിഡൻറ്റിനെ നമുക്ക് തൊടാൻ പാടില്ല, ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് വാങ്ങണം. ഞാൻ ഇതിൻ്റെയൊക്കെ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്, അദ്ദേഹം അടുത്ത് വന്ന് ഇരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നമ്മൾ മലയാളികളല്ലേ, കോഴിക്കോട്ടുകാരല്ലേ, അടുത്തൊരു അത്ര ജാടയിലൊന്നും എനിക്കിരിക്കാൻ പറ്റിയില്ല, സത്യമായിട്ട് പറയാം. ഞാൻ മെല്ലെ മൂപ്പരെ തോണ്ടി ഇങ്ങനെ ചോദിച്ചതാ, മേ ആപ്കാ ബഹുത് ബഡാ ഫാൻ ഹേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ വെച്ച് ചോദിച്ചപ്പോൾ പുള്ളിയുടെ 115ാമത്തെ എത്രയോ പടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ എന്നെപ്പോലെ തന്നെ ലൈറ്റായിട്ടൊന്നിങ്ങനെ ഒന്ന് തള്ളിവിട്ടതായിരുന്നു. പക്ഷെ സത്യമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു മുഴുനീള സിനിമയിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് മിന്നാമിനുങ്ങ ദ ഫയർഫ്ലൈ എന്ന് പറഞ്ഞ സിനിമ. വെറും 11 ദിവസം മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. MIT മൂസേൻ്റെ ഗ്യാപ്പിൽ പോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്.
ഇവിടെ MIT മ്യൂസിയത്തിലെ പാത്തുവിൻ്റെ സ്ലാങ് ചെയ്യുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം സ്ലാങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. നമ്മളെ തലയിലൊക്കെ എന്തോ ഒരു യോഗമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം നിന്ന് ആ ഒരു അവാർഡ് വാങ്ങിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. എന്തായാലും എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്ത്, ഞാനിവിടെ പറയുകയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അക്ഷയോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. തീർച്ചയായും നമ്മളത് അറിയിക്കുന്നതുമായിരിക്കും. എനിവേ ഈ ഒരു വീഡിയോ വൈറലാവാൻ ചാൻസുണ്ട്. ആ ഒരു വീഡിയോയും വൈറലായിരുന്നു. അതെ, അക്ഷയ് കുമാർ, അദ്ദേഹത്തോട് ആ വലിയ നടനോട് വളരെയധികം നന്ദിയുണ്ട്. അദ്ദേഹത്തിന് ഇത് ഓർത്ത് വെക്കേണ്ടയോ അല്ലെങ്കിൽ പറയേണ്ടോ ഒന്നും ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ആ ഒരു ഇൻസിഡൻറ്റ് ഓർത്ത് വെക്കുകയും അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിൽ വളരെ അഭിമാനവും സന്തോഷവും എനിക്കുമുണ്ട്. താങ്ക് യു.